ചെമ്പനീർപ്പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് പൊളിഞ്ഞു വീഴുന്ന എപ്പിസോഡുകളാണ് ഉടനെ വരാൻ പോകുന്നത്. ഒരുപാട് കള്ളങ്ങൾക്ക് മുകളിൽ നടന്നൊരു കല്യാണമാണ് ശ്രുതിയുടെയും. അതിതുവരെ ചന്ദ്രോദയത്തിൽ ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല. എന്നാൽ ഉടനെ തന്നെ അത് എല്ലാവരും അറിയുന്നതാണ്. അപ്പോൾ ആ എപ്പിസോഡിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒരു ദിവസം ചന്ദ്രോദയത്തിൽ രേവതി ഇങ്ങനെ അടുക്കളയിൽ പാകം ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. വീട്ടിൽ വേറെ ആരുമില്ല, രേവതിയും നമ്മുടെ ശ്രുതിയും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് അവിടെ തലകറങ്ങി വീഴുവാണ്. അപ്പോൾ രേവതി അവിടെ അടുക്കളയിലെ പാചകം കഴിഞ്ഞ് പൂ കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും ശ്രുതി ഇങ്ങനെ ഹോളിൽ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. അത് കാണുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കര പേടിയാവും, ടെൻഷൻ കയറുന്നുണ്ട്. അയ്യോ, ശ്രുതിക്ക് ഇതെന്ത് പറ്റി? ശ്രുതി ശ്രുതി എന്ന് ഒരുപാട് വിളിക്കുന്നുണ്ട്. പക്ഷെ ശ്രുതി എഴുന്നേൽക്കുന്നില്ല. ശ്രുതി അങ്ങനെ തന്നെ കിടക്കുവാണ്. വെള്ളം എടുത്തുകൊണ്ടൊന്ന് മുഖത്ത് തളിച്ചു നോക്കും, അപ്പോഴും ശ്രുതി എഴുന്നേൽക്കുന്നില്ല. ലാസ്റ്റ് രേവതി എളുപ്പം ഒരു സച്ചിനെ വിളിക്കാൻ നോക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ സച്ചിയെ വിളിക്കുമ്പോഴേക്കും സച്ചി ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ രേവതി ഒരു ഓട്ടോ വിളിച്ച് ഈ ശ്രുതിയെയും കൊണ്ട് എളുപ്പം അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് പോവാണ്. എന്നിട്ട് അവിടെയുള്ള കാഷ്വാലിറ്റിയിൽ കയറ്റി നമ്മുടെ ശ്രുതിയെ കാണിക്കുന്നുണ്ട് രേവതി. ശ്രുതിക്ക് അപ്പോഴും ബോധമൊന്നും വന്നിട്ടില്ലേ. ഇങ്ങനെ ടെൻഷനായിരിക്കുവാണ് രേവതിക്ക്. അയ്യോ, ശ്രുതിക്ക് എന്തു പറ്റി, ആരും ഇല്ലല്ലോ എന്ന് പറയാൻ വേണ്ടി. സച്ചിയേട്ടനാണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. അപ്പോഴേക്കും ശ്രുതിയെ പരിശോധിച്ചിട്ട് ഡോക്ടർ പുറത്തോട്ട് വന്നിട്ട് പറയും, നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞാൻ അവളുടെ അനിയൻ്റെ ഭാര്യ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഡോക്ടർ പറയും, നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, ടെൻഷൻ അടിക്കണ്ട, നല്ല ഫേസിൽ നല്ല ടെൻഷൻ ഉണ്ടല്ലോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി ഇങ്ങനെ, ഡോക്ടർ എന്തു പറ്റി, ഞാൻ കുറേ ആയി ശ്രുതിയെ വിളിക്കുന്നു, അവൾ എഴുന്നേൽക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടെന്നേ, ഒരു നല്ല വാർത്ത ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഉടനെ. എന്തായാലും നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെയും കൂടി കാണിച്ചിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. പക്ഷേ ആ കുട്ടി ഇപ്പോൾ എഴുന്നേറ്റിട്ടില്ല, നല്ല മയക്കത്തിലാണെന്ന് പറയുന്നുണ്ട് ഡോക്ടർ. അപ്പോൾ രേവതി ആലോചിക്കും, ഗൈനക്കോളജിസ്റ്റിനെയോ, എന്തു പറ്റി ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും, നിങ്ങൾ പോയി കാണൂ, ആ ശുഭവാർത്ത ഡോക്ടറിൻ്റെ വായിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ഏകദേശം കാര്യം മനസ്സിലാവുകയെ. എന്തായിരിക്കും ഡോക്ടർ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പറഞ്ഞത്? ഇനി ശ്രുതി ഗർഭിണിയായിരിക്കുമോ, ശ്രുതിയുടെ വയറ്റിൽ കുഞ്ഞുണ്ടാവുമോ എന്നൊക്കെ ഓർത്തിട്ട് രേവതിക്ക് സന്തോഷമാവുന്നുണ്ട്. ഈ വിവരം ഇപ്പം തന്നെ സച്ചിയേട്ടനെ വിളിച്ച് പറയണമെന്ന് പറയുമ്പോഴേക്കും സച്ചി വിളിക്കുവാണ് രേവതിയുടെ ഫോണിൽ. എന്താ രേവതി, നീ എന്താ എന്നെ വിളിച്ചത്, ഒരുപാട് മിസ് കോൾ കിടക്കുന്നുണ്ടല്ലോ ഫോണിലെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, സച്ചിയേട്ടാ, ആ ശ്രുതി ഇന്ന് വീട്ടിൽ ഞാൻ നോക്കുമ്പോഴേക്കും ബോധമില്ലാതെ കിടക്കുമായിരുന്നു. വെള്ളം ഒഴിച്ചു നോക്കി, വിളിച്ചു നോക്കി ഒരുപാട്, എന്നിട്ടൊന്നും എഴുന്നേൽക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അവക്കിതെന്ത് പറ്റി പെട്ടെന്ന്? അറിയില്ല സച്ചിയേട്ടൻ, അതാണ് ആ സച്ചിയേട്ടനെ വിളിച്ചത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്നിട്ട് ഇപ്പോൾ എവിടെയാ? സച്ചിയേട്ടനെ വിളിച്ച് കിട്ടാത്തത് കൊണ്ട് ഞാനൊരു ഓട്ടോയും വിളിച്ചിട്ട് നേരെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് വന്നിട്ടുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്നാൽ നീ അവിടെ നിൽക്ക്, വേറെ ആരെങ്കിലും ഉണ്ടോ നിൻ്റെ കൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, ഇല്ല സച്ചി ഏട്ടാ, ഞാൻ മാത്രമാണെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, നീ അവിടെ നിൽക്കുന്ന, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി നേരെ ഹോസ്പിറ്റലിലോട്ട് വിടുവാണ് വണ്ടി. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും സച്ചി ഓടി വരുന്നുണ്ട് രേവതിയെ കാണുമ്പോൾ. എന്താ രേവതി, എന്ത് പറഞ്ഞു, ഡോക്ടർ നോക്കിയോ ശ്രുതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ശ്രുതി ഇപ്പോഴും നല്ല മയക്കത്തിലാണ്, ഡോക്ടർ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്, നമുക്കുടനെ ഒരു ശുഭവാർത്ത കേൾക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ശുഭവാർത്തയോ, അതെന്താ? അതൊക്കെയുണ്ട്, എനിക്ക് തോന്നുന്നു ശ്രുതി ഗർഭിണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വീട്ടിൽ ഉടനെ തന്നെ ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റും സച്ചിയേട്ടാ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. പക്ഷേ സച്ചിക്ക് അത്ര തെളിച്ചൊന്നും വന്നിട്ടില്ല മുഖത്ത്. സച്ചി പറയും, ആണോ, കുഞ്ഞിക്കാല് വരുന്നുണ്ടോ, ഉറപ്പാണോ, ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? സച്ചിയേട്ടാ, ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ശ്രുതി ഇപ്പോഴും മയക്കത്തിലാണല്ലോ, ഡോക്ടർ ഇപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ വന്ന് ശ്രുതിയെ കാണും എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചി പറയും, അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷം എനിക്ക്, എന്തായാലും നമുക്ക് ഉടനെ തന്നെ ഉണ്ടാവും, നീ വിഷമിക്കേണ്ട രേവതി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിക്കുമ്പോൾ രേവതി പറയും, ഞാൻ എന്തിനാ സച്ചിയേട്ടാ വിഷമിക്കുന്നത്, നമുക്ക് ദൈവം തരും, അറിഞ്ഞു തന്നെ തരും നമുക്കൊരു കുഞ്ഞിന്, ഇതിപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞാ, അതിനെ നമുക്ക് വളരെ സന്തോഷത്തോടെ വരവേൽക്കണം സച്ചിയേട്ടാ എന്നൊക്കെ പറഞ്ഞ് രേവതി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഗൈനക്കോളജിസ്റ്റ് വന്ന് നമ്മുടെ ശ്രുതിയെ പരിശോധിക്കുന്നുണ്ട്. ശ്രുതിയെ പരിശോധിച്ച് കഴിയുമ്പോഴേക്കും രേവതിയെയും സച്ചിയെയും അകത്തേക്ക് വിളിക്കുവാണ്. എന്നിട്ട് ചോദിക്കും, നിങ്ങളാണോ അവരുടെ കൂടെ വന്നവർ? അപ്പോൾ രേവതി പറയും, അതെ ഡോക്ടർ, ആ കുട്ടിയുടെ ആരായിട്ട് വരും എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എൻ്റെ ചേട്ടൻ്റെ ഭാര്യ ശ്രുതി എന്ന് പറയുവേ. അപ്പോഴേക്കും ഡോക്ടർ പറയും, നിങ്ങൾക്ക് കുട്ടികളൊന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇല്ല, നമുക്കിതുവരെ ആയിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ കുടുംബത്തിലോട്ട് ഒരു കുഞ്ഞിക്കുട്ടി വരാൻ പോവാണ്, അവരുടെ രണ്ടാമത്തെ കുഞ്ഞിനെ വരവേൽക്കാൻ എല്ലാവരും റെഡി ആയിക്കോളൂ എന്ന് ഡോക്ടർ പറയുവാണേ. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചിയും രേവതി ഇങ്ങനെ നോക്കും.
അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഞെട്ടിപ്പോയോ? ആദ്യത്തെ പ്രസവത്തിൽ വല്ല കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ അവർക്കെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, കോംപ്ലിക്കേഷൻസോ? ആ, ഇപ്പോൾ നല്ല പ്രഷർ കുറവാ കുട്ടിക്ക്, നല്ല ടെൻഷനുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രസവത്തിൽ എന്തെങ്കിലും നോർമൽ ആയിരുന്നോ, സിസേറിയൻ ആയിരുന്നോ? അതാ ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ള പ്രസവമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഡോക്ടർ എന്തൊക്കെയായി പറയുന്നത്? അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ, ഇത് അവരുടെ ആദ്യത്തെ കുട്ടിയാന്ന് പറയുവാണ്. അപ്പോഴേക്കും ഡോക്ടർ പറയും, നിങ്ങൾ ആരോടായി പറയുന്നത്? ഇത് ഈ കുട്ടിയുടെ രണ്ടാമത്തെ കുട്ടി തന്നെയാ. ആദ്യത്തെ കുട്ടി അതല്ലേ ഞാൻ ചോദിച്ചത്, ആദ്യത്തെ കുട്ടി എത്ര വയസ്സായി, എങ്ങനെയാ അവൻ്റെ വിശേഷം എന്നൊക്കെ അറിയണം, ഏജ് ഗ്യാപ്പ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഡോക്ടർ ഞങ്ങൾ പറയുന്നതൊന്ന് വിശ്വസിക്കുക, ഇത് ആദ്യത്തെ കുട്ടിയാ ശ്രുതിയുടെ, ഡോക്ടർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി വരുവാണ്. ശ്രുതിക്ക് ബോധമൊക്കെ തെളിഞ്ഞിട്ട് ഡോക്ടറിൻ്റെ മുമ്പിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കും, ആ ശ്രുതി ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുവാണ്. അപ്പോൾ ശ്രുതി പറയും, ഇപ്പം കുഴപ്പമില്ല ഡോക്ടർ, നല്ല ക്ഷീണം ഉണ്ട് എന്നാലും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയും, ക്ഷീണമൊക്കെ ഉണ്ടാവും, ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ, തൻ്റെ ആദ്യത്തെ കുട്ടിക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കുവാണ് ഡോക്ടർ. അപ്പോൾ ശ്രുതി പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്, ആദ്യത്തെ കുട്ടിക്കോ? ഈ ഡോക്ടർ എന്താ ഇവരുടെ മുമ്പിൽ എങ്ങനെയൊക്കെ ചോദിക്കുന്നത്? രേവതിയും സച്ചിയും ഒന്നും മനസ്സിലാവാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കിക്കൊണ്ട് നിൽക്കുവാണേ. അപ്പോൾ ശ്രുതി ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നുണ്ട്, എന്താ ഡോക്ടർ, എന്താ ഇപ്പോൾ ചോദിച്ചത്? അല്ല, നിങ്ങളുടെ ആദ്യത്തെ പ്രസവം എങ്ങനെയായിരുന്നു, കോംപ്ലിക്കേഷൻസ് വല്ലതും ഉണ്ടായിരുന്നോ? എത്ര വയസ്സായ ആദ്യത്തെ മോന്? ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് ഒരുപാട് വർഷമായോ എന്നൊക്കെ ഡോക്ടർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ശ്രുതിയോട് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. ശ്രുതിക്ക് എന്ത് പറയണം എന്നറിയില്ല, ശ്രുതി ആകെ വല്ലാണ്ടായിരിക്കുവാണ്. ശ്രുതി പറയുന്നുണ്ട്, ഡോക്ടർ ഇതെൻ്റെ ആദ്യത്തെ കുഞ്ഞാന്ന് പറയുവാണ്. അപ്പോൾ ഡോക്ടർ പറയും, ആദ്യത്തെ കുഞ്ഞോ? ദേ ഇവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ വിശ്വസിച്ചിട്ടില്ല, നിങ്ങളിപ്പോൾ എന്താ ആദ്യത്തെ കുഞ്ഞെന്നൊക്കെ പറയുന്നത്? അപ്പോൾ ശ്രുതി പറയും, ഡോക്ടർ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം തികയാൻ പോകുന്നതേ ഉള്ളൂ, ഇത് ഞങ്ങളുടെ ആദ്യത്തെ കുട്ടിയാന്ന് ഡോക്ടർ എന്ന് പറയുവാണ്. അപ്പോഴേക്കും ഡോക്ടർ ഇങ്ങനെ ദേഷ്യത്തിൽ ശ്രുതിയെ നോക്കുവേ, നിങ്ങൾ ആരെയും ഈ പറ്റിക്കാൻ നോക്കുന്നത്? ഞാനൊരു ഡോക്ടറാ, ഞാനൊരു ഗൈനക്കോളജിസ്റ്റാ, എനിക്കറിയാം ഒരു പെണ്ണിനെ കണ്ട, ഒരു പെണ്ണിനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആദ്യത്തെ പ്രസവമാണോ രണ്ടാമത്തെ പ്രസവമാണോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു ഗൈനക്കോളജിസ്റ്റിന് ഉണ്ടെന്നൊക്കെ ഡോക്ടർ പറയുവാണ്. ഇത് കേട്ട് നമ്മുടെ രേവതിക്കും സച്ചിക്കും ഭയങ്കര ഷോക്കായിട്ടിരിക്കുവാണ്. കാരണം ഡോക്ടർ പറയുന്നതിൽ എന്തോ സത്യം ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ശ്രുതി അങ്ങോട്ട് ടെൻഷൻ അടിച്ച് കണ്ണൊക്കെ നിറയുന്നത് ഇവരുടെ ശ്രദ്ധയിൽ പെട്ടേ. എന്ത് പറയണമെന്നറിയാതെ ശ്രുതിയും നിൽക്കുവാണ്. ശ്രുതി എന്നിട്ടും സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇല്ല ഡോക്ടർ, ഡോക്ടർ ഒന്നും കൂടി എന്നെ പരിശോധിച്ച് നോക്ക്, ഇതെൻ്റെ ആദ്യത്തെ കുട്ടി തന്നെയാണെന്ന് പറയുവാണ്. അപ്പോഴേക്കും ഡോക്ടർക്ക് ദേഷ്യം വരും, ശ്രുതി താൻ എന്താ ഈ പറയുന്നത്? നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ട് ഏത് ഡോക്ടറിൻ്റെ അടുത്ത്, ഏത് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വേണമെങ്കിലും പോയി നോക്കിക്കോ, അവരെല്ലാവരും പറയുന്നത് ഒരേ കാര്യമായിരിക്കും, ഇത് ഈ കുട്ടിയുടെ രണ്ടാമത്തെ കുട്ടിയാണെന്ന്. അപ്പോഴേക്കും സച്ചിയും രേവതിയും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുവാണ്. ശ്രുതി ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, ഈ കുട്ടിക്ക് എന്തോ ഫ്ലാഷ് ബാക്ക് ഉണ്ട്, അതെനിക്ക് ഉറപ്പായി, ഏതായാലും ടെൻഷൻ അടിക്കണ്ട, തൻ്റെ പ്രഷർ നല്ല കുറവാണ്, കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെ സത്യം പറയുന്നിട്ട് പോവാൻ, എൻ്റെ അടുത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് തുടരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്തോളൂ, ഞാൻ വന്ന് നോക്കാം, കുട്ടി ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അടുത്ത പേഷ്യൻസിനെ വിളിക്കുവാണ് ഇവരെ പുറത്ത് വിട്ടിട്ട്. അപ്പോഴേക്കും ശ്രുതി പുറത്ത് വന്നിട്ട് എന്ത് പറയണം എന്നറിയാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. സച്ചിയും രേവതി ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടിരിക്കുവാണ് ശ്രുതിയെ, കാരണം അവർക്ക് മനസ്സിലായി ഡോക്ടർ പറഞ്ഞത് സത്യങ്ങളാണെന്ന്. രേവതി ജയിക്കും, എന്താ ശ്രുതി, എന്താ ഡോക്ടർ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം എന്ന് ചോദിക്കുവാണ്. ശ്രുതി ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ രേവതി പറയും, ശ്രുതിനോടല്ലേ ഞാൻ ചോദിക്കുന്നത്, എന്താ കാര്യമെന്ന്, ഞാൻ ഇപ്പോൾ തന്നെ ഇത് വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു പറയും, ശ്രുതി മര്യാദക്ക് സത്യങ്ങൾ പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇവള് പറയാനൊന്നും പോകുന്നില്ല രേവതി, ഇവള് ഭൂലോക ഫ്രോഡാ, ഞാൻ പണ്ടേ പറയാറുള്ളതല്ലേ പാലറട്ടത്തെ ഒരു ഫ്രോഡാണെന്ന്. ഇപ്പം എങ്ങനെയുണ്ട്, ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ആ വിവരം ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചു, ഇത് ഇവളുടെ അപ്പം 2ാം വിവാഹമായിരുന്നല്ലേ, ഇവള് സത്യങ്ങളൊന്നും പറയില്ല രേവതി, നമുക്കിപ്പം തന്നെ ഈ വിവരങ്ങളൊക്കെ വിളിച്ച് അച്ഛനെയും അമ്മയെയൊക്കെ അറിയിക്കണമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി രേവതിയോട് കെട്ടിപ്പിടിച്ചിട്ട്, രേവതി പ്ലീസ് പ്ലീസ് ആരോടും പറയല്ലേ രേവതി, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ രേവതിയോട് പറയാനുണ്ടെന്ന് പറയുവാണ്. അപ്പോഴേക്കും രേവതി പറയും, എനിക്കൊന്നും കേൾക്കണ്ട ശ്രുതി, ഇത്രയും നാൾ നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും എന്തിന് ശ്രുതിയെ വരെ പറ്റിച്ചുകൊണ്ടായിരുന്നല്ലേ അപ്പോൾ ജീവിക്കുന്നുണ്ടായിരുന്നത്, നാണമില്ലേ ശ്രുതി നിനക്ക്, നിന്റെ ഭർത്താവിനെയല്ലേ നീ പറ്റിച്ചത്, ഒരാളോടെങ്കിലും നിനക്ക് സത്യങ്ങൾ പറയാമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, എന്നെ ഒന്ന് വിശ്വസിക്ക് രേവതി, എനിക്ക് എൻ്റെ തെറ്റുകൊണ്ടല്ല, നീ എൻ്റെ കഥകളൊന്ന് കേൾക്കണം, പ്ലീസ് രേവതി എന്നെ ഒന്ന് വിശ്വസിക്കുക, ഞാനത് പറഞ്ഞു തരാം, ഞാനൊന്ന് കൂളാവട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ സത്യങ്ങളും രേവതിയോട് തുറന്നു പറയാമെന്നൊക്കെ പറയുവാണ്.
അപ്പോഴേക്കും രേവതിക്കും ശ്രുതിയുടെ അവസ്ഥ കാണുമ്പോഴേക്കും പാവം തോന്നുന്നുണ്ട്. ഒരു കുഞ്ഞും ഉണ്ടല്ലോ വയറ്റിൻ്റെ ഉള്ളിൽ. രേവതി അപ്പോൾ അധികം ടെൻഷനൊന്നും കൊടുക്കുന്നില്ല. സച്ചി പക്ഷെ പറയുന്നുണ്ട്, രേവതി നിന്നോട് അവളോട് സംസാരിക്കണ്ട, ഇപ്പം തന്നെ വാ, വീട്ടിലുള്ള എല്ലാവരെയും ഇവളുടെ കള്ളത്തരം അറിയിക്കണം നമുക്ക്, വാ രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, നിക്ക് സച്ചി ഏട്ടാ, ഇവളുടെ വയറ്റിൽ ഇപ്പോൾ വളരുന്നത് നമ്മുടെ കുടുംബത്തിലെ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യങ്ങളും നമ്മളായിട്ട് ചെയ്യാൻ പാടില്ല. നിക്ക്, ഇവൾക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം, അതിനുശേഷം നമുക്ക് വീട്ടിൽ പോയി ഇതെല്ലാം അറിയിക്കാം എന്നൊക്കെ രേവതി പറയുവാണ്. ഞാൻ പറയാം രേവതി, പറയാം, ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ സത്യങ്ങളൊക്കെ രേവതിയോട് പറയാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി വിശ്വസിപ്പിക്കുന്നുണ്ട് രേവതിയെ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി കഴിയുമ്പോഴേക്കും ശ്രുതി തൻ്റെ ജീവിതത്തിലെ സത്യങ്ങളൊക്കെ രേവതിയോട് വെളിപ്പെടുത്തുവാണ്. സത്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ശ്രുതി പൊട്ടിക്കരയുന്നുണ്ട്. രേവതി പ്ലീസ്, എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ ജീവിതം അങ്ങനെയായിപ്പോയി, ഈ ജീവിതം കൂടി രേവതിയായിട്ട് നശിപ്പിക്കരുത് രേവതി, പ്ലീസ് രേവതി. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, നിൻ്റെ എന്നിട്ട് ആ മോൻ എവിടെ, നീ എന്ത് ചെയ്തു, അവനെ കൊന്നു കളഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, അയ്യോ രേവതി അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ കൊല്ലത്തൊന്നുമില്ല, അവനും എൻ്റെ പൊന്നു മോനല്ലേ, അവനെ ഞാൻ സുരക്ഷിതമായിട്ട് ഒരിടത്ത് വളർത്താൻ ഏൽപ്പിച്ചിരിക്കുക എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. രേവതിക്കും സച്ചിക്കും ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുവാണ്. പ്ലീസ് രേവതി, ശ്രുതിയുടെ കുഞ്ഞിനോർത്തിട്ടെങ്കിലും നിങ്ങൾ ആരോടും ഈ സത്യങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് പറയരുതെന്ന് ശ്രുതി കേൺ അപേക്ഷിക്കുവാണേ. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷം. ഈ വിശേഷങ്ങളൊക്കെ ചന്ദ്ര അറിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രോദയത്തിലൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.